BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിലെ മുഖ്യപ്രതി ഡോക്ടർ റാമിനെ കോടതി വിട്ടയച്ചത് ക്രൈംബ്രാഞ്ചിന്റെ ഗുരുതരമായ വീഴ്ച മൂലമെന്ന ആരോപണം. അറസ്റ്റിന് കാരണം രേഖാമൂലം പ്രതിയെ അറിയിക്കുന്നതിലാണ് വീഴ്ച സംഭവിച്ചത്. അറസ്റ്റ് വിവരം പബ്ലിക് പ്രോസിക്യൂട്ടറെ അറിയിക്കാൻ വൈകിയെന്നും ആരോപണമുണ്ട്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, ഈ ഡോക്ടർ റാമിന്റെ അറസ്റ്റ് വൈകി എന്നുള്ളത് നമുക്ക് മുന്നിലുള്ള വസ്തുതയാണ്. എന്നാൽ അറസ്റ്റ് ഉണ്ടായപ്പോൾ അതിലും വീഴ്ച സംഭവിച്ചു, ഗുരുതരമായ വീഴ്ച എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഉയരുന്ന ആക്ഷേപങ്ങൾ? രാഗി, ഇന്നലെ നമുക്കറിയാം രാത്രി തലശ്ശേരി കോടതിയിൽ ഉണ്ടായ നാടകീയ രംഗങ്ങളാണ്. കാരണം ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് കോടതി തന്നെ അറസ്റ്റ് റദ്ദ് ചെയ്ത് റാമിനെ വെറുതെ വിടുന്ന സാഹചര്യമായിരുന്നു. അതായത് ഈ ക്രൈംബ്രാഞ്ച് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത സമയത്ത് യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് അറസ്റ്റ് ചെയ്ത് ഇവിടെ കോടതിയിൽ ഹാജരാക്കിയത്. അത് തെളിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അറസ്റ്റ് റദ്ദ് ചെയ്ത് അദ്ദേഹത്തെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് ക്രൈംബ്രാഞ്ചിന്റെ കൃത്യമായ വീഴ്ചയാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് ആണ് കാര്യങ്ങൾ എത്തുന്നത്. കാരണം ഈ അറസ്റ്റ് വിവരങ്ങൾ കൃത്യമായി പ്രതിയെ അറിയിച്ചില്ല. എന്തിന് അറസ്റ്റ് ചെയ്തു എന്ന് പ്രതിയെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ക്രൈംബ്രാഞ്ചിനുണ്ട്. ആ നടപടിക്രമങ്ങൾ പാലിച്ചില്ല. മാത്രമല്ല, അറസ്റ്റ് വിവരം പബ്ലിക് പ്രോസിക്യൂട്ടറെ പോലും അറിയിക്കാൻ വൈകി എന്നൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തുടർ നീക്കങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന അന്വേഷണ സംഘത്തിന് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം വന്നിട്ടുണ്ട്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തുടർ നടപടി സ്വീകരിക്കാനുമാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇനിയൊരു അബദ്ധം അധികാരികളുടെ ഭാഗത്ത് നിന്ന് പറ്റരുത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. രാഖി, ശരി മിഥുൻ.